ട്രിനിറ്റിയുടെ 5 നേഷൻസ് ട്രിപ്പിൻ്റെ 4-ാമത്തെ ദിവസമാണ്. ഞങ്ങൾ ജോഹർ ബാഹുവിലുള്ള ഹോട്ടലിൽ നിന്നും റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു സിംഗപ്പൂർ ചാങ്കി എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെയും ഇമിഗ്രേഷൻ ഒക്കെ ഉണ്ട്. ഇമിഗ്രേഷൻ, ലഗേജ് ചെക്ക് ഇൻ, അതുപോലെ സെക്യൂരിറ്റി ചെക്ക്, ഇതെല്ലാം കടമ്പകൾ കടന്നിട്ട് വേണം അകത്ത് പ്രവേശിക്കാനായിട്ട്. ഞങ്ങൾ ആദ്യത്തെ 3 ദിവസത്തിൽ 3 രാജ്യങ്ങളാണ് കവർ ചെയ്ത്. ഇതിപ്പോൾ 4-ാമത്തെ ദിവസമാണ്. 4-ാമത്തെ ദിവസം ഞങ്ങൾ പോകുന്നത് മനിലയിലേക്കാണ് പോകുന്നത്, ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനമായ മനില. അപ്പോൾ 4-ാമത്തെ രാജ്യം. അപ്പോൾ 4 ദിവസം 4 രാജ്യങ്ങൾ. ഇത് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്, മദ്യശാലയാണ്. അപ്പം എയർപോർട്ടിനകത്ത് നിറയെ കച്ചവട സ്ഥാപനങ്ങളാണ്. ഏത് എയർപോർട്ടിൽ ചെന്നാലും ഇങ്ങനെയുള്ള കടകളെല്ലാം കാണാം. എല്ലാത്തിനും നല്ല വിലയാണ്, വാങ്ങിക്കാനൊന്നും പറ്റില്ല. എന്നാലും കണ്ടിങ്ങനെ പോവാം. ഇത് ലോകത്തെ ഏറ്റവും മികച്ച എയർപോർട്ടുകളിൽ ഒന്നാണ് ഈ സിംഗപ്പൂരിലെ ചാങ്കി എയർപോർട്ട്. അപ്പോൾ ചാങ്കി എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇപ്പോൾ ബോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെബു എയർലൈൻസ്, അത് ഫിലിപ്പീൻസിൻ്റെ എയർലൈൻസാണ്. സെബു എയർലൈൻസ് ഫിലിപ്പീൻസിലൊരു സ്ഥലമാണ് സെബു. ഞങ്ങൾക്ക് ഉച്ചഭക്ഷണമൊക്കെ ഫ്ലൈറ്റിൽ തന്നെയാണുള്ളത്. ഒരു കുപ്പി വെള്ളവും അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. കുറച്ച് മത്സ്യ വിഭവങ്ങളും ചോറും മാത്രമാണുള്ളത്. ചെറിയൊരു കണ്ടെയ്നറിനകത്താണുള്ളത്. വയറ് നിറയത്തെയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളിപ്പോൾ മനിലയിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം ഇമിഗ്രേഷനുണ്ട് ഇവിടെ. ഇമിഗ്രേഷന് വേണ്ടിയിട്ട് എല്ലാവരും നിൽക്കുകയാണ് ഒരുമിച്ച് പോകാനായിട്ട്. അപ്പോൾ ഇമിഗ്രേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇമിഗ്രേഷനെ കഴിഞ്ഞ് ഞങ്ങൾ ലഗേജ് ഒക്കെ എടുത്ത് ഇനി പുറത്തോട്ട് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. പുറത്ത് ഞങ്ങളെ വണ്ടി ഉണ്ട്, ഗൈഡും ഉണ്ട്. പുള്ളി വെളിയിൽ കാത്തിരിപ്പുണ്ടെന്നാണ് വിളിച്ചപ്പം പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഗൈഡിനെയൊക്കെ മീറ്റ് ചെയ്തു. ഇനി വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി. ഇപ്പോൾ വണ്ടി കിടക്കുന്ന സ്ഥലത്തോട്ട് നടന്ന് വണ്ടിയിൽ ഞങ്ങളെ ലഗേജൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ രാത്രി ഇനി പ്രോഗ്രാമുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ലഗേജ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വണ്ടിയെല്ലാം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടികളാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്തെത്തി. ഇത് ബർജയ മക്കാട്ടി എന്ന ഹോട്ടലാണ്. ബർജയ ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ ജോഹർ ബാഹുവിലും താമസിച്ചത്. അത് ബർജയ റിവർ ഫ്രണ്ട് ഹോട്ടൽ എന്നാണ്. ഇത് ബർജയ മക്കാട്ടി ഹോട്ടൽ. അത് 4 സ്റ്റാർ ഹോട്ടലാണത്. ഇപ്പോൾ എല്ലാവരും റൂമിൻ്റെ കീ ഒക്കെ വാങ്ങിക്കാനുള്ള തിരക്കിലാണ്. ഇവിടെ ഞങ്ങൾക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയായിരുന്നു. ഇതവരുടെ റെസ്റ്റോറൻറ്റ് അങ്ങോട്ട് കാണുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇതൊരു ഹിന്ദിക്കാരുടെ ഹോട്ടലാണ്, ഇന്ത്യൻ ഹോട്ടൽ തന്നെയാണ്. ഇന്ത്യൻ ഫുഡാണ് ഇവിടെ വിളമ്പുന്നത്. ഇവിടെ എല്ലാ ഹോട്ടലുകളിലും ബാറുണ്ട്, ഒരു മിനി ബാർ കണക്കൊരു സെറ്റപ്പുണ്ട്. അപ്പോൾ റെസ്റ്റോ ബാറാണ് ഇവിടെ ഉള്ള എല്ലാ റെസ്റ്റോറൻറ്റുകളും. ഞങ്ങൾ ഫുഡ് ഒക്കെയാണ്, എല്ലാം ഉണ്ട്. മീനുണ്ട്, ഇറച്ചിയുണ്ട്, ചോറുണ്ട്, റൊട്ടിയുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ഒരു 10-12 ഐറ്റംസ് ഉണ്ട്.
ചില ഐറ്റംസൊക്കെ ഫില്ല് ചെയ്യുന്നേ ഉള്ളവർ, അല്ലാതൊന്നും ആയിട്ടില്ല. ഇത് സൂപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് പിന്നെ ഒക്കാഡ മനില എന്നൊരു ഹോട്ടലിലേക്കാണ്. അവിടെ ഒരു ഏറ്റവും വലിയ മനിലയിലെ ഏറ്റവും വലിയ കാസിനോ ഉള്ളത് ആ ഹോട്ടലിലാണ്. അതുപോലെ തന്നെ അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഷോ ഉണ്ട്. അതും ലോകത്തിലെ മികച്ച വാട്ടർ ഫൗണ്ടൻ ഷോകളിലൊന്നാണ്. അപ്പോൾ അത് കാണാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള പ്രവേശനമൊക്കെ ഫ്രീ ആണ്. നമുക്ക് കാസിനോയിലൊക്കെ അകത്തൊക്കെ കയറാനായിട്ട് പറ്റും. ഗെയിം കളിക്കണമെന്നൊന്നുമില്ല, നമുക്ക് കണ്ടുകൊണ്ടൊക്കെ നിൽക്കാം, അതിന് ഫീസൊന്നും കൊടുക്കണ്ട. അപ്പോൾ വെറുതെ കയറി കറങ്ങിയൊക്കെ നടന്ന് കാണാം. ഇതിപ്പോൾ എൻ്റെ എൻട്രൻസ് ആണ്. ഇത് ഫൗണ്ടനിലേക്ക് പോകുന്നത് ഈ വഴിയാണ്. ഇത് 10 മണിക്കാണ് ഫൗണ്ടൻ ഷോ ഉള്ളത്. ഒരു 10 മിനിറ്റാണ് ഫൗണ്ടൻ ഷോ ഉള്ളത്. അപ്പോൾ 10 മണി ആയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് നോക്കിയാണ്. നല്ല അസാധ്യ വലിയ ഹോട്ടലാണ്, 5 സ്റ്റാർ പ്രോപ്പർട്ടിയാണിത്. ഇവിടെ താമസിക്കുന്ന ഇവിടെ അല്ല, താമസിക്കുന്ന ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. ഇവിടെ ഞങ്ങൾ ഇവിടുത്തെ കാസിനൊക്കെ ഒന്ന് കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഏറ്റവും വൈബുള്ളൊരു സ്ഥലമാണ്, ഏരിയ ആണ് ഇവിടെ. അപ്പം വെളുക്കുവോളം ഈ പിന്നെ ഇവിടുത്തെ കാസിനൊക്കെ വർക്ക് ചെയ്യുമായിരിക്കും. നമ്മളെന്തായാലും 10:15 ആകുമ്പം തിരിച്ചു പോകും ഫൗണ്ടൻ ഷോ കഴിഞ്ഞിട്ട്. ഇതിവിടെ ഇങ്ങനെ മൊത്തത്തിൽ റെസ്റ്റോറൻറ്റുകളും പിന്നെ പ്ലേ ഏരിയയും ഒക്കെ ഉണ്ട്. വിശാലമായ ഹോട്ടലാണ്, ഇഷ്ടംപോലെ ഉണ്ട് കാണാനായിട്ട്. ഇപ്പം ഞങ്ങൾ ഫൗണ്ടൻ വാട്ടർ ഷോ നടക്കുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. 10 മണിയാവാറായി. ഇപ്പം ഉടനെ തുടങ്ങുന്നത്. ഇതാണ് ഒക്കാഡ ഹോട്ടൽ, ഈ കാണുന്നത്. അപ്പോൾ ഫൗണ്ടൻ വാട്ടർ ഷോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും മികച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളെ ഇന്ത്യയിലൊക്കെ തന്നെയും ഇത് കണക്കുള്ള വാട്ടർ ഷോകളൊക്കെ ഉണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം ഇത് ഷോയെ കണ്ടിട്ടുള്ളത് മൈസൂറാണ്. മൈസൂർ വൃന്ദാവൻ ഗാർഡൻസിലാണ് ഡാൻസിങ് ഫൗണ്ടൻ ഷോ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് നല്ല ഷോ തന്നെയാണത്, മൈസൂറിലുള്ളത്. അപ്പോൾ ഈ ഷോ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് പോകും. ഏകദേശം 11 മണിയൊക്കെ ആകുമ്പോൾ ഹോട്ടലിൽ എത്തുമായിരിക്കും. ഇതോടെ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ കഴിയുകയാണ്. ഇന്ന് കാര്യമായിട്ട് ഒന്നും പ്രോഗ്രാമൊന്നുമില്ല. ഇന്ന് യാത്ര തന്നെ ആയിരുന്നു, ഫ്ലൈറ്റ് യാത്രയായിരുന്നു. വന്നിട്ട് രാത്രിയിലെ ഈ കാഴ്ചകളെ കാണാനായിട്ട് നമ്മൾ ഇവിടെ വന്നു.